എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത് ലൈനിങ് പീസും നല്ല പീസും കൂടെ കൂട്ടി ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. കഴുത്തകലം 3 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. 2.25 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഷോളർ 6.5 ഇഞ്ചും കൈക്കുഴി 6 ഇഞ്ചും. ചെസ്റ്റ് വണ്ണം 32 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ്. എന്നാലും 32ഉം അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ച് നമുക്ക് കിട്ടണം. 36 കിട്ടണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പും ഇടണം. അതൊരു ഇഞ്ചോ 1 ഇഞ്ച് ഇട്ടാൽ മതി. അതിനുശേഷം ഈ ഇടഭാഗത്തെ 28 ഇഞ്ചാണ് ബോഡിയിൽ. അപ്പം അതിൻ്റെ 4 7ഉം 1 ഇഞ്ച് എക്സ്ട്രായും കൂടെ വരുമ്പോൾ 8 ഇഞ്ച് നമുക്ക് കിട്ടണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മളവിടെ 9 ഇഞ്ച് എടുക്കുന്നത്. ഇവിടെ അതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. ടോപ്പിന് ആകെ ഇറക്കം 44 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 46 ഇഞ്ച് ഇറക്കത്തിലാണ് ഇത് കട്ട് ചെയ്ത് ഇപ്പോൾ എടുക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ കട്ടിങ്ങിൻ്റെ വീഡിയോ കൂടാതെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇടുന്നുണ്ട്. കട്ടിങ്ങിൻ്റെ വീഡിയോ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടി ഒത്തിരി ലെന്ത് ആയതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ഇടുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കഴുത്താണ് വെട്ടിയെടുക്കുന്നത്. ഇത് 2.25 ഇഞ്ച് അകലത്തിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് അകലമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് 2.25 ഇഞ്ച് 4 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇത് വെട്ടിയെടുത്തു. ഇതിൻ്റെ അടിവശത്തെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പം ഈ ലൈനിങ് പീസാണ് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിഭാഗം 2 വശവും നല്ല പീസും അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് 2 ഇഞ്ച് കയറ്റി ഷേപ്പ് ചെയ്ത് എടുക്കണം. അതോടൊപ്പം ഇനി ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആകെ 44 ഇഞ്ച് ഇറക്കം കിട്ടേണ്ടതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 46 ഇഞ്ചാണ് നമ്മളെടുത്തത്. അതിനോടുകൂടി ഒരു 5 ഇഞ്ചും കൂടെ കൂട്ടി 51 ഇഞ്ചാണ് മൊത്തത്തിൽ ഇപ്പോൾ ഈ പീസിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത്. അതിന് ആ 14 ഇഞ്ച് മുകൾ ഭാഗത്തെ ഭാഗം 14 ഇഞ്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് വെട്ടുന്നുള്ളത് കൊണ്ട് ആ 14 ഇഞ്ച് തള്ളി നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം താഴേക്ക് വരുന്നത് നമ്മൾ 51 ഇഞ്ചിന് അവിടെ അടയാളപ്പെടുത്തുന്നു. ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗത്തെ വിരിവ് നമ്മൾ 18 ഇഞ്ച് ഇട്ടാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് മടക്കിയിട്ട പീസിന് 18 ഇഞ്ച് 36 ഇഞ്ച് ഒരു പീസ് വരുന്ന രീതിയിൽ, അതായത് 18 ഇഞ്ച്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിനും ആ 18 ഇഞ്ച് വിരിവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുണ്ട്, ഈ വിരിവ് 18 ഇഞ്ചാണ്. അതിനുശേഷം അത് മുകളിലും താഴെയും ഒരുപോലെയാണ് 18 ഇഞ്ച് കൊടുത്തേച്ച് അത് നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഷേപ്പൊന്നും കൊടുക്കുന്നില്ല, അതേപടി കട്ട് ചെയ്ത് ഈ പീസ് നമ്മളിങ്ങനെ മാറ്റുന്നു. ഇനി ഒരു 5 ഇഞ്ച്, അതായത് ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ നടുഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഈ 5 ഇഞ്ച് ചെരിച്ച് നമ്മൾ ഇത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു. ഇത് മുകൾ ഭാഗം ജോയിൻറ്റ് ചെയ്ത് വരുന്ന വശമാണ്, അവിടെയാണ് ചെയ്യുന്നത്. ഇപ്പം അതിനുള്ള ലൈനിങ്ങും കൂടെ ഞാൻ അതേ ഷേപ്പിൽ തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലും മുകൾ ഭാഗത്ത് വയ്ക്കാനുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കഴുത്തകലം അത് 3 ഇഞ്ച് കൊടുത്തു. ഷോളർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ കഴുത്തിറക്കം, ഇത് ഫ്രണ്ട് കഴുത്താണ്. ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ് ഇടയ്ക്ക് അടയാളപ്പെടുത്തുന്നത്. ഈ 3 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണ്. കറക്റ്റ് വി അല്ല, അല്പം വളച്ചാണ് ഈ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒട്ടും കഴുത്ത് കൂടുതലൊന്നും വരില്ല, കറക്റ്റ് കഴുത്തായിരിക്കും. അതിനുശേഷം കൈക്കുഴി 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ബാക്ക് പീസിൻ്റെ തന്നെ അടയാളപ്പെടുത്തിയതുപോലെ ഇവിടെയുള്ള ഇറക്കം 14 ഇഞ്ച് നമുക്ക് വേണം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 14.5 ഇഞ്ച് നമ്മൾ അവിടെ തയ്യൽ തുമ്പാണ് 1/2 ഇഞ്ച് കൂട്ടിയിട്ടേക്കുന്നത്. 14.5 ഇഞ്ച് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കണം. ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് 7 4 28 7 4 8 ഇഞ്ച് അവിടെ കിട്ടണം. അതിലൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 9 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. 8 ഇഞ്ച് അവിടെ കിട്ടണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 9 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം 32 ഇട്ടു, എന്നാലും 32. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ച് കിട്ടണം. അവിടെ 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഇത്
ചേർത്ത് വരച്ചു കൊടുക്കുന്നു. ഉണ്ടോ, 9 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ അടിഭാഗത്ത് 8 ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി അവിടെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അല്പം ഈ ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് അല്പം അത് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇത് ഇപ്പോൾ ലൈനിങ് പീസിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 3 പീസ് ഫ്രണ്ടിൽ ചേർത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് ഇതിന് പാറ്റേൺ ഒന്നും വെച്ച് കഴുത്ത് വെട്ടുന്നില്ല. ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കഴുത്ത് ഇപ്പം വെട്ടുന്നില്ല. കഴുത്ത് ഈ പീസിൽ തന്നെ തിരിച്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഇത് ഞാൻ ചോക്ക് കൊണ്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം നേരെ നടുഭാഗം വെച്ച് ഇതുപോലെ നേരെ തിരിച്ചങ്ങോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മടക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ചോക്ക് കൊണ്ട് നമ്മൾ അപ്പുറത്ത് വരച്ച് ആ വര അതേപടി ഇപ്പുറത്ത് കഴുത്ത് ഉണ്ടോ ഭംഗിയായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് കഴുത്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പീസ് നമുക്ക് ഇനി ഒന്നോടെ ഇങ്ങനെ തന്നെ മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം ഇത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് ഇത് ആദ്യം തന്നെ വെട്ടേണ്ടതായിരുന്നു. ഞാനത് വിട്ടുപോയി മറന്നുപോയതുകൊണ്ടാണ്. അതിനുശേഷം 5 ഇഞ്ച് അടിഭാഗത്ത് നിന്ന് അത് 4.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്തുനിന്ന് അടിഭാഗത്തുനിന്ന് 5 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തണം. അത് നമ്മൾ ഈ 5 ഇഞ്ചാണ് നമ്മൾ 51 ഇഞ്ചായിട്ട് അടിയുള്ള പീസിലെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ കോർണറിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ 2 പീസിലേക്കും നമുക്ക് അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇത് ഈ ഷേപ്പ് ഇനി ഈ 2 തുണികളുടെ മുകളിലേക്ക് വെച്ച് പിൻ ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്തിടണം. നെറ്റ് പോലത്തെ ഇങ്ങനെ തെന്നിപ്പോകുന്ന തുണിയൊക്കെ ആയതുകൊണ്ടാണ്. ഒന്ന് പിൻ ചെയ്തിട്ട് ഇത് തയ്യൽ മെഷീനെ വെച്ച് അടിച്ച് യോജിപ്പിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഒഴുക്കനായിട്ടുള്ള പഴയ സാരിയിൽ നിന്നൊക്കെ ഇതുപോലെ തയ്ച്ചെടുത്താൽ വളരെ ഭംഗിയാണ്. എല്ലാവിധ തയ്യൽ സംബന്ധമായ കാര്യങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.